ഉത്തർപ്രദേശിലെ മധൂരയിൽ കെട്ടിടം തകർന്നു വീണ് 3 പേർക്ക് ദാരുണാന്ത്യം. മരിച്ച 3 പേരിൽ 2 പേർ കുട്ടികളാണ്. അപകടത്തിൽ 3 പേരെ രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി ഖിലാഫ് അഹമ്മദാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ഖിലാഫ്, എത്ര പേർക്ക് വേണ്ടിയാണ് ഇപ്പോൾ തിരച്ചിൽ ഉള്ളത്? എത്ര പേരുടെ മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു? 3 പേർ മാത്രമാണ്. ബിനിൽ, ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണം 3 പേരുടെ മാത്രമാണ്. കൂടാതെ 3 പേരെ രക്ഷിച്ചതുമേയും പുറത്തുവരുന്ന വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്ന് രാവിലെ 6 കെട്ടിടങ്ങളാണ് നിലം പതിച്ചത്. ഇതിലാണ് ഇപ്പോൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരിച്ചവരുടെ പേര് വിവരങ്ങൾ എന്ന് പറയുന്നത് 35 വയസ്സുകാരൻ തെത്തോരാം, കൂടാതെ കാജൽ, യശോദ എന്ന 2 കുട്ടികളും കൂടിയാണ് മരിച്ചതായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കെട്ടിടം മധുരയിലെ മസാനിക്ക് അടുത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞുള്ള പ്രദേശത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ കൂടുതൽ പേരുകൾ പരിക്കേൽക്കാനും മരിക്കാനും സാധ്യതയുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്ന വിവരം. കൂടാതെ വിവരം ലഭിച്ചുടനെ മധുര പോലീസ്, മുനിസിപ്പൽ കോർപ്പറേഷനും സംഘങ്ങളും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ എത്ര പേർ ഉണ്ടെന്ന് ഇപ്പോൾ വിവരം ലഭിക്കുന്നില്ല. ഇവിടെ JCB ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. കൂടാതെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മധുര ജില്ലാ കളക്ടർ CP സിംഗ് അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ബിനേഷ്, ശരി, വ്യക്തമാണ്. ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മധൂരയിലാണ് ഉത്തർപ്രദേശിൽ കെട്ടിടം തകർന്ന് വീണ് 3 പേർക്ക് ദാരുണാന്ത്യം. മരിച്ച 3 പേരിൽ 2 പേർ കുട്ടികളാണ്. അപകടത്തിൽ 3 പേരെ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്.